അമിതവണ്ണം അല്ലെങ്കിൽ പൊണ്ണത്തടി അല്ലെങ്കിൽ കുടവയർ പോലെയുള്ള പ്രശ്നങ്ങൾ നമ്മുടെ രാജ്യത്ത് മാത്രമല്ല ലോകം മുഴുവനും വലിയൊരു പ്രശ്നമായിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. കോടിക്കണക്കിന് രൂപയാണ് ഇതിന്റെ ചികിത്സയ്ക്കും അതുകൊണ്ടുണ്ടാകുന്ന ആഫ്റ്റർ എഫക്റ്റുകൾക്കും ഒക്കെ പ്രിവെന്റ് ചെയ്യാനും ട്രീറ്റ്മെന്റും ഒക്കെ ആയിട്ട് ലോകം മുഴുവനും ചെലവഴിച്ചുകൊണ്ടിരിക്കുന്നത്. സോ തീർച്ചയായിട്ടും അവിടെ ഒരു വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള നാച്ചുറൽ ആയിട്ടുള്ള സയന്റിഫിക്കലി പ്രൂവൺ ആയിട്ടുള്ള ഒരു വെയിറ്റ് മാനേജ്മെന്റ് സിസ്റ്റം, ഒരു വെയിറ്റ് മാനേജ്മെന്റ് പ്രോഡക്റ്റിന്റെ ആവശ്യകത വളരെ 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 കൂടുതലാണ്. ഇവിടെയാണ് ഐസ്ലിം ഫ്ലാറ്റമീസ് എന്ന് പറയുന്ന നമ്മുടെ പ്രൊഡക്റ്റിന്റെ യുണീക്നെസ്. ഇതുപോലൊരു പ്രൊഡക്റ്റ് ലോകത്ത് വേറെ ഇല്ല മൈ ഡിഫ്രണ്ട്സ്. 5 പ്രധാന പോയിന്റുകൾ. ഒന്ന്, ലോ കാലറിയാണ്, അതുകൊണ്ട് കൂടുതലായിട്ട് ഫാറ്റ് ഡെപ്പോസിറ്റ് ആകുന്നതിനെ പ്രിവെന്റ് ചെയ്യുന്നുണ്ടാവും. സിനർജസ്റ്റിക് ആയിട്ടുള്ള ഹെർബൽ ഇൻഗ്രീഡിയൻസിന്റെ ഒരു കോമ്പിനേഷനാണ് ഈ ഒരു പ്രൊഡക്റ്റ്. വെയിറ്റ് മാനേജ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യുന്നതാണ്. കൂടുതൽ വെയിറ്റ് ഉണ്ടെങ്കിൽ കുറയ്ക്കാൻ സാധിക്കും, അണ്ടർ വെയിറ്റ് ആണെങ്കിൽ ഒരു പരിധി വരെ കൂട്ടാൻ സാധിക്കും. നോർമൽ വെയിറ്റിലുള്ള ആൾ പക്ഷെ അയാളുടെ വയറ് കൂടുതലാണ്, ആ വയറിനെ കുറച്ചുകൊണ്ട് ആ നോർമൽ വെയിറ്റ് അതുപോലെ മാനേജ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ടാവും. ഫൈബർ റിച്ച് ആയതുകൊണ്ട് ഡൈജഷൻ അടക്കമുള്ള എല്ലാ മെറ്റബോളിക് ഫംഗ്ഷനും വളരെ സ്മൂത്ത് ആകുന്നുണ്ടാവും. ആൻഡ് 100% നാച്ചുറൽ ബേസ്ഡ് ആണ്, അതുകൊണ്ട് വളരെ സേഫ് ആയിട്ട് ആർക്കും ഉപയോഗിക്കാൻ സാധിക്കുന്നുണ്ടാവും. ഓവർ വെയിറ്റ് ആൻഡ് ഒബേസിറ്റി, അതിന്റെ പ്രശ്നങ്ങൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജീവിതശൈലി രോഗങ്ങളുടെ ഒരു ഹബ് ആയിരിക്കും ഓവർ വെയിറ്റ് അല്ലെങ്കിൽ ഒബീസ് ആയിട്ടുള്ള ആളുകൾ. ഡയബറ്റീസ് ആവാം, കാർഡിയോവാസ്കുലർ ഡിസീസസ് ആവാം, ഇമ്മ്യൂണിറ്റി കുറയുന്ന പ്രശ്നങ്ങളാവാം, ക്യാൻസർ പോലെയുള്ള കണ്ടീഷൻസ് ആവാം, ജോയിന്റ് റിലേറ്റഡ് പ്രോബ്ലംസ് ആവാം, ആസ്മ ആവാം, കൊളസ്ട്രോൾ റിലേറ്റഡ് പ്രോബ്ലംസ് ആവാം, കിഡ്നി റിലേറ്റഡ് പ്രോബ്ലംസ് ആവാം, സ്ലീപ്പിങ്ങിലുള്ള പ്രശ്നങ്ങൾ, സൈക്കോളജിക്കൽ ഇമോഷണൽ പ്രോബ്ലംസ്, അതുപോലെ ഗൗട്ട് പോലെയുള്ള ആർത്രൈറ്റിക് കണ്ടീഷൻ, ലോ ബാക്ക് പെയിൻ, സ്ത്രീകളെ സംബന്ധിച്ചോളം പ്രഗ്നൻസി ടൈമിൽ ഉണ്ടാകുന്ന ഡിഫക്റ്റുകൾ, ലിവർ ഡിസീസ്, സ്ട്രോക്ക്, ഇങ്ങനെ തുടങ്ങി അമിതവണ്ണം, പൊണ്ണത്തടി, കുടവയറ് പോലെയുള്ള പ്രശ്നങ്ങളുള്ള ആളുകൾക്ക് വരാൻ സാധ്യതയുള്ള ജീവിതശൈലി രോഗങ്ങളുടെ ലിസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ ഒരു നീണ്ട ലിസ്റ്റ് തന്നെ ഇതിലുണ്ടാവും. സോ അമിതവണ്ണം തീർച്ചയായിട്ടും കുറയ്ക്കണം, ഓവർ വെയിറ്റ് തീർച്ചയായിട്ടും കുറയ്ക്കണം, കുടവയറുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കുറയ്ക്കണം. അത് നമ്മുടെ ഹൈറ്റിനനുസരിച്ചുള്ള ഒരു ഹെൽത്തി വെയിറ്റിലേക്ക് കൊണ്ടുവരണം മാത്രമല്ല കറക്റ്റ് ബോഡി ഷേപ്പിലേക്കും തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കും. ഇവിടെയാണ് നമ്മളുടെ ഐസ്ലിം ഫ്ലാറ്റമീസിലുള്ള ഹെർബൽ ഇൻഗ്രീഡിയൻസിന്റെ ഒരു കോമ്പിനേഷൻ, സിനർജിസ്റ്റിക് ആയിട്ട് ഒരു കോമ്പോസിഷൻ എന്ന് പറയുന്നത്. 3 പ്രധാന ഹെർബൽ ഇൻഗ്രീഡിയൻസ് ആണ്. ഒന്ന് സലേഷ്യ, ഏകനായകം, അത് ആന്റി ഡയബറ്റിക് ആയിട്ടുള്ള ഒരു എഫക്ട് തരുന്നുണ്ടാവും. കോളിയസ് ഫോസ്കോളിയാണ് വെയിറ്റ് ഫാറ്റ് ബേണിങ്ങിലൂടെ വെയിറ്റ് റെഡ്യൂസ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ടാവുക. അതുപോലെ കറുത്ത എള്ള്, സെസേം, അത് കൊളസ്ട്രോൾ ലെവല് നല്ല രീതിയിൽ റെഡ്യൂസ് ചെയ്യാനും ഹാർട്ടിനെ നന്നായിട്ട് പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് വളരെ ഹെൽപ്ഫുൾ ആണ്. ഇതിന്റെ ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള കോമ്പോസിഷൻ ആണ് നമ്മുടെ ഐസ്ലിം ഫ്ലാറ്റമീസിനെ ഇത്രയധികം യുണീക്ക് ആക്കി മാറ്റുന്ന പ്രധാനപ്പെട്ട കാര്യം. ഒപ്പം ഇതിനകത്തുള്ള ഫൈബർ സോഴ്സ് ആയിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് ഓട്സും റാഗിയുമാണ്, നാച്ചുറൽ ആയിട്ടുള്ള ഫൈബർ സോഴ്സുകൾ. അതുപോലെ നാച്ചുറൽ പ്രോട്ടീൻ കോൺസെൻട്രേറ്റ്സിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് ഒന്ന് സോയ പ്രോട്ടീൻ, 2 വേ പ്രോട്ടീൻ. പ്രോട്ടീൻ റിച്ച് ആയതുകൊണ്ട് തന്നെ ഇതൊരു മീൽ റീപ്ലേസ്മെന്റ് പ്രൊഡക്റ്റ് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാം. ഒരു നേരത്തെ ഭക്ഷണത്തിന് പകരമായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്നുണ്ടാവും. എക്സസ് എനർജി അത് ഫാറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്ത് സ്റ്റോർ ചെയ്യാതെ അതിനെ വളരെ പെർഫെക്റ്റ് ആയിട്ട് ബേൺ ചെയ്ത് ആവശ്യത്തിന് മാത്രം പ്രിസർവ് ചെയ്യുന്ന രീതിയിലേക്ക് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ഇത് വളരെ ഹെൽപ്ഫുൾ ആണ്. സോ ഇവിടെ വെയിറ്റ് റിഡക്ഷൻ പ്രോസസ് എങ്ങനെയാണ് നടക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ഫാറ്റ് ബേണിങ്ങിലൂടെയാണ്. നല്ല കൊഴുപ്പിനെ നിലനിർത്തുകയും എന്നാൽ ചീത്ത കൊഴുപ്പിനെ കത്തിച്ചു കളഞ്ഞുകൊണ്ടാണ് ഈ ഒരു ഫാറ്റ് റിഡ്യൂസിങ് പ്രോസസ് നടക്കുന്നത്, വെയിറ്റ് മാനേജ്മെന്റ് പ്രോസസ് നടക്കുന്നുണ്ടാവുക. അതുകൊണ്ട് തന്നെ ആ ഒരു സമയത്ത് നമ്മുടെ ശരീരത്തിൽ ഭയങ്കരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും, സ്ട്രെസ് നന്നായിട്ട് കൂടും, വലിയ രീതിയിൽ അസ്വസ്ഥതകൾ ശരീരത്തിൽ വരും ഈ ഫാറ്റ് ബേണിംഗ് നടക്കുമ്പോൾ. അതിനെ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ ആയിട്ടുള്ള 2 ഹെർബൽ എക്സ്ട്രാക്ട്സ് ഇതിനകത്തുണ്ട്, അശ്വഗന്ധ അതുപോലെ നായ്ക്കുരണം. സോ ഇതുള്ളത് കൊണ്ട് ഒരു തരത്തിലുള്ള ഡിസ്കംഫർട്ടും ഫീൽ ചെയ്യാതെ വളരെ സ്മൂത്ത് ആയിട്ട് ഫാറ്റ് ബേണിങ്ങിലൂടെ വെയിറ്റ് നല്ല രീതിയിൽ മാനേജ് ചെയ്യാനായിട്ട് ഈ പ്രൊഡക്റ്റ് ഉപയോഗിക്കുന്നതിലൂടെ സാധിക്കുന്നുണ്ടാവും. റൈറ്റ്. സോ ഫ്രീക്വന്റ് ആസ്ക്ഡ് ക്വസ്റ്റ്യൻസിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ, ഒന്ന്, ഡയബറ്റീസ് ഉള്ള ആളുകൾക്ക് ഉപയോഗിക്കാം. അത് ബ്ലഡ് പ്രഷർ ഹൈ ലോ, പ്രഗ്നൻസി പീരീഡിൽ ആദ്യത്തെ 6 മാസം ആയിക്കോട്ടെ, ലാക്ടേഷൻ പീരീഡിലാണെങ്കിലും ഡെലിവറി കഴിഞ്ഞ ആദ്യത്തെ 1 മാസം, തൈറോയ്ഡ്, ഹാർട്ട് ഡിസീസ് ആൻഡ് സ്കിൻ റിലേറ്റഡ് പ്രോബ്ലംസ്, ഏത് തരത്തിലുള്ള ജീവിതശൈലി രോഗമുള്ള ആളുകൾക്കും ഐസ്ലിം ഫ്ലാറ്റമീസ് ഉപയോഗിക്കാം. സോ ഡിന്നറിന് പകരമായിട്ട് ഉപയോഗിക്കേണ്ടത്. രാത്രി ഭക്ഷണത്തിന് പകരം 7 മണിക്കും രാത്രി 7 മണിക്കും 9 മണിക്കും ഇടയ്ക്കുള്ള സമയത്താണ് ഐസ്ലിം ഫ്ലാറ്റമീസ് ഉപയോഗിക്കേണ്ടത്. ഒരു ദിവസം ഒരു ഐസ്ലിം ഫ്ലാറ്റമീസ് ഉപയോഗിച്ചാൽ മതി. ആവശ്യമുണ്ടെങ്കിൽ മാത്രം അത് ഉപയോഗിക്കുന്നതിന് ഒരു 1 hour ബിഫോർ ഒരു ലൈറ്റ് ഡിന്നർ വേണമെങ്കിൽ മാത്രം കഴിക്കാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ബാർ ഫോർമാറ്റിലുള്ള പ്രൊഡക്റ്റ് ആണ്. അത് സാവകാശം ചവച്ചരച്ച് ഒരു അരമണിക്കൂർ സമയം എടുത്തുകൊണ്ട് വേണം ഒരു ഐസ്ലിം ബാർ നമ്മൾ കഴിച്ചു തീർക്കാൻ. പെട്ടെന്ന് കഴിച്ചു തീർക്കരുത്. റൈറ്റ്. ആ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് സ്ലോലി ചൂ ചെയ്ത് ഇങ്ങനെ കഴിക്കുമ്പോഴാണ് അതിന്റെ ബെസ്റ്റ് റിസൾട്ട് നമുക്ക് കിട്ടുന്നുണ്ടാവുക.
സോ ഈ ഒരു ബേണിംഗ് പ്രോസസ് നടക്കുമ്പോൾ ശരീരത്തിൽ ചൂട് കൂടും. അതിനെ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 3 മുതൽ 4 ലിറ്റർ വെള്ളം ഒരു ദിവസം പലപ്പോഴായിട്ട് കുറേശ്ശായിട്ട് കുടിക്കണം, വളരെ നിർബന്ധമാണ്. ഒപ്പം ഒരു മൈൽഡ് ആയിട്ടുള്ള ഒരു എക്സസൈസ് പ്രോഗ്രാംസുകൾ ചെയ്യുകയാണെങ്കിൽ ഇറ്റ്സ് വെരി വെരി ഗുഡ്. ആൻഡ് ഒരു ബാലൻസ്ഡ് ഡയറ്റ് കൂടെ ഫോളോ ചെയ്യുക. ഫാറ്റ് കൂടുതലായിട്ട് ഡെപ്പോസിറ്റ് ആവാത്ത രീതിയിലുള്ള ഒരു ലോ കാലറി ഡയറ്റ് അതുകൂടെ നിങ്ങൾ ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ നിങ്ങൾക്ക് വെയിറ്റ് റെഡ്യൂസ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റുന്നുണ്ടാവും. ഹെൽത്തി വെയിറ്റിൽ എത്തിക്കഴിഞ്ഞാൽ ഐസ്ലിം സ്റ്റോപ്പ് ചെയ്താൽ പോലും പിന്നെ ഒരു ബാലൻസ്ഡ് ഡയറ്റ് ഫോളോ ചെയ്താൽ അതുപോലെ മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കും. ഇനി അണ്ടർ വെയിറ്റ് ആയിട്ടുള്ള ആളുകൾക്ക് വെയിറ്റ് ഒന്ന് കൂട്ടണം എന്നുണ്ടെങ്കിൽ ഒരു ദിവസം നിങ്ങൾ കഴിക്കുന്ന രീതിയിൽ നല്ല രീതിയിൽ ഭക്ഷണം കഴിക്കുക, അതോടൊപ്പം തന്നെ എക്സ്ട്രാ ഒരു ഐസ്ലിം ഫ്ലാറ്റമീസ് കഴിക്കുക. ഈ 2 പർപ്പസിനായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ പോലും 3 to 4 ലിറ്റേഴ്സ് വാട്ടർ പെർ ഡേ അത് നിർബന്ധമായിട്ടും കുടിച്ചിരിക്കണം. സോ ഈ രീതിയിൽ ശരീരത്തിലേക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ ന്യൂട്രീഷനും പ്രൊവൈഡ് ചെയ്തുകൊണ്ട് അടിഞ്ഞുകൂടുന്ന ചീത്ത കൊഴുപ്പിനെ കത്തിച്ച് കളഞ്ഞ് കറക്റ്റ് ബോഡി വെയിറ്റിലേക്കും കറക്റ്റ് ബോഡി ഷേപ്പിലേക്കും വയറൊക്കെ കുറഞ്ഞ് നല്ല കറക്റ്റ് ബോഡി ഷേപ്പിലേക്കൊക്കെ തിരിച്ചു കൊണ്ടുവരാൻ സഹായിക്കുന്ന വണ്ടർഫുൾ ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആണ് ഐസ്ലിം.